നമ്മൾ ജീവിച്ച സാഹചര്യത്തിൽ നമ്മളുടെ അന്നത്തെ പരിമിതമായ അറിവും വെച്ച് അന്നത്തെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ അന്ന് ഈ സമൂഹങ്ങളിലെല്ലാം ഒത്തിരി അനാചാരങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ദുഷ്പ്രവണതകളുണ്ടായിരുന്നു, തോന്നിയാസങ്ങളുണ്ടായിരുന്നു, കൊലകളും കയ്യേറ്റങ്ങളും ഉണ്ടായിരുന്നു, സ്ത്രീകളുടെ നേരെയുള്ള അക്രമങ്ങളുണ്ടായിരുന്നു, തട്ടിക്കൊണ്ടുപോകലുണ്ടായിരുന്നു, ഒരു ചിട്ടയില്ലായ്മയുണ്ടായിരുന്നു ഏത് സമൂഹത്തിലും. യേശുക്രിസ്തു ജീവിച്ച കാലത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രദേശം എന്ന് പറയുന്നത് റോമ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ കോളനി ആക്കിയ പോലെ റോമാക്കാർ അവരുടെ കോളനി ആക്കി വെച്ചിരുന്ന അവരുടെ ഗവർണർമാർ വന്ന് ഭരിച്ചുകൊണ്ടിരുന്നൊരു കാലമാണ്. ആ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു യേശുക്രിസ്തു. മിശിഹാമാരെന്ന് പറയുന്നത് അക്കാലത്ത് റോമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വന്നയാൾ ഞാനാണെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന് മുമ്പേ നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. വന്നവരെയൊക്കെ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമര ഭഗത് സിംഗിനെ ഇവിടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തോ അതേപോലെ അവിടെ ചെയ്തിരുന്ന രീതിയാണ് ഈ കുരിശെ തറച്ച് കൊല്ലുക എന്നുള്ളത്. അതിലെ ഒരാളാണ് യേശുക്രിസ്തു. മനസ്സിലായില്ലേ? പക്ഷെ യേശുക്രിസ്തു മറ്റു രീതിയിലാണ് പഠിപ്പിച്ചത്. ശിഷ്യന്മാരെ സൃഷ്ടിക്കുകയും ആ ശിഷ്യന്മാരും സെയിന്റ് പോൾ എന്ന് പറയുന്ന വളരെ ക്രാന്തദർശിയായ ഒരു ബിസിനസ്സുകാരനായ ഒരു പണ്ഡിതനായ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായ ഒരാൾ പിന്നീട് വന്നപ്പോഴാണ് ഈ സഭ ഇന്നത്തെ രീതിയിലേക്ക് കെട്ടിപ്പടുക്കുകയും പെർഫെക്റ്റ് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്തത്. അതല്ലായിരുന്നു ചിലപ്പോൾ പണ്ടേ വിസ്മൃതിയിലായി പോയ യേശുക്രിസ്തുവിന്റെ ഈ ട്രെയിനിങ് ഒക്കെ. അത് മാത്രമല്ല, ഈ ക്രിസ്തു എന്ന് പറയുന്ന അവരുടെ ഒരു വിശ്വാസമാണ് ഇങ്ങനെ ഒരു ക്രിസ്തു വരും എന്നുള്ളത്. ക്രിസ്തു അല്ല, മിശിഹ വരും എന്നുള്ളതാണ്. അതായത് നമുക്കൊരു രക്ഷകൻ വരും എന്നുള്ളത് എല്ലാ അടിമത്തത്തിൽ കിടക്കുന്ന എല്ലാ മനുഷ്യരും പ്രതീക്ഷിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ ഒരു മിശിഹ വരും എന്നാണ്. അപ്പൊ ഈ ചിലര് വന്നിട്ട് പറഞ്ഞ ഞാനാണ് നിങ്ങൾ ഈ വിശ്വസിച്ചിരുന്ന മിശിഹ എന്ന് പറഞ്ഞു വരുന്നു. അവര് കുറച്ച് ആളെ കൂട്ടുന്നു, പ്രക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, റോമൻ പട്ടാളവരെ പിടിക്കുന്നു, കുരിശെ തറച്ച് കൊല്ലുന്നു, തീരുന്നു. പിന്നെ ആ 8, 10, 15, 20, 30, 50, 100 കൊല്ലം കഴിയുമ്പോൾ മറ്റൊരു ആള് മിശിഹയാണെന്ന് പറഞ്ഞു വരുന്നു. അവരെ കൊല്ലേണ്ടത് ഇവരുടെ ആവശ്യമാണ്. കാരണം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിനെ അത് തന്നെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് ചരിത്രം നമ്മൾ ഈ ബൈബിള് മാത്രം കാണാതെ പഠിക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടണമെന്നില്ല. റോമൻ ചരിത്രവും ഒക്കെ ഇഷ്ടംപോലെ ചരിത്ര രേഖകളിൽ നമുക്ക് കിട്ടും. അത് എഴുതപ്പെട്ടിട്ടുണ്ട്, അതിന്റെ മ്യൂസിയങ്ങളുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ഇത് പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്? നമ്മൾ ഈ യാത്രകളിലൂടെ ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ മ്യൂസിയങ്ങളിലും അവിടുത്തെ ചരിത്രരേഖകളും പഴയ അവിടുത്തെ ലിപികളിൽ എഴുതപ്പെട്ട ലേഖനങ്ങളും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ആ കാലഘട്ടം എന്ന് മനസ്സിലാവും. ആ കാലഘട്ടത്തെ മനുഷ്യന്റെ ആവശ്യം എന്തായിരുന്നു, അതിന് വേണ്ട രീതിയിൽ ഈ നേതാവ് എന്താണ് പഠിപ്പിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കിതിനെ സമചിത്തതയോടെ ഒന്ന് മാറി നിന്ന് അല്പം പക്വതയോടെ വൈകാരികമല്ലാതെ ആരെങ്കിലും നമ്മളെ മുട്ട നിർത്തി പഠിപ്പിച്ചതല്ലാത്ത ഒരു സ്വതന്ത്ര ബുദ്ധിയിൽ കാര്യങ്ങളെ കാണാൻ പഠിക്കുന്നത്. ഭൂരിപക്ഷം പേര് ആളുകൾ ചെയ്യുന്നത് എന്താണ്?